നമസ്കാരം. തൃശൂർ രാമവർപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയുടെ ലൈംഗികാതിക്രമം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അക്കാദമിയിലെ ഓഫീസർ കമാൻഡൻ്റായിട്ടുള്ള പ്രേമനെയാണ് അക്കാദമി ഡയറക്ടറായിട്ടുള്ള ADGP P. വിജയൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിലാണ് ആഭ്യന്തര അന്വേഷണ സമിതി അന്വേഷണ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രേമനെതിരെയുള്ള ഉദ്യോഗസ്ഥയുടെ ലൈംഗികാതിക്രമ പരാതി എന്ന് പറയപ്പെടുന്നത് കൈമാറിയതിനനുസരിച്ച് വിയ്യൂർ പോലീസ് SHO ആയിട്ടുള്ള കമാൻഡിനെതിരെ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവം കേട്ട ഉടനെ തന്നെ പ്രാഥമിക അന്വേഷണം തുടങ്ങുകയും പരാതിക്കാരിയിൽ നിന്നും പരാതി രേഖാമൂലം വാങ്ങുകയും ചെയ്ത് അതിവേഗത്തിലാണ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ഈ മാസം 18-നും 22-നുമാണ് ഉദ്യോഗസ്ഥനിൽ നിന്നും ഇത്തരത്തിലുള്ള അതിക്രമം നേരിട്ടത് എന്നാണ് ഈ പരാതിയിൽ ആ വനിതാ ഉദ്യോഗസ്ഥ പറയുന്നത്. ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി വേണമെന്നും അക്കാദമിയിൽ തുടരാനാകില്ലെന്നും മാനസികമായി ഏറെ പ്രയാസത്തിലാണെന്നുമാണ് ആ വനിതാ ഉദ്യോഗസ്ഥ ഡയറക്ടറെ നേരിട്ട് പരാതിയായി അറിയിച്ചിരിക്കുന്നത് എന്നാണ്. പരാതി വന്നതിന് പിന്നാലെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയ ഉദ്യോഗസ്ഥന് എതിരെയുള്ള നടപടികളിലേക്ക് കടക്കാൻ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അത്തരത്തിലൊരു റിപ്പോർട്ട് കിട്ടുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതിനായിട്ട് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു ആഭ്യന്തര വകുപ്പ് പറഞ്ഞിരുന്നത്. ആഭ്യന്തര പരിഹാര സമിതിയോട് അന്ന് നിർദ്ദേശം നൽകിയിരുന്നത്. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് നൽകിയത്. പരാതിയിൽ വസ്തുതയുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് അന്വേഷണ സമിതി അത് കണ്ടെത്തുകയായിരുന്നു. ഒപ്പം തന്നെ പോലീസ് അന്വേഷണത്തിന് സമിതി ശുപാർശയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. സസ്പെൻഷന് പുറമെ അപ്പോൾ വകുപ്പ് തല അന്വേഷണം നടക്കേണ്ട രീതിയിലേക്ക് തൃശൂർ രാമവർപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോടുകൂടി ലൈംഗിക അതിക്രമം കാണിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നടപടി നേരിടേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലൈംഗികാതിക്രമം എന്ന് പറയപ്പെടുന്നത് പുറമേ മാത്രമല്ല, ഈ അതിനുള്ളിലും, അതായത് ജനങ്ങൾക്ക് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് പറയപ്പെടുന്ന പോലീസിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് അടിച്ചമർത്തപ്പെടേണ്ടതാണ്. കുറച്ച് നാളുകളായി, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസവുമൊക്കെ നമുക്കറിയാവുന്നത് ഈ പോലീസിനുള്ളിലെ ഗുണ്ടാ ബന്ധങ്ങളും പോലീസുകാരും ഗുണ്ടകളും തമ്മിലുള്ള ഒരു ഗുണ്ടാ മാഫിയ ബന്ധങ്ങളും നിലനിൽക്കുന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ അതേ തരത്തിൽ കേരള പോലീസിനുള്ളിൽ തന്നെ നിൽക്കുന്നവർ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകയോട് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ലൈംഗികാതിക്രമം കാണിക്കുന്ന തരത്തിലേക്ക് വരെ മാനസിക വലിപ്പമില്ലാത്ത തരത്തിലേക്ക് എത്തപ്പെടുന്ന പ്രവർത്തകർ, ഒപ്പം സഞ്ചരിക്കുന്നവർ, സഹപ്രവർത്തകർ ഉണ്ട് എന്നുള്ളത് ഈ പോലീസിന് തന്നെ വലിയ അവമതിപ്പായി തീരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ വലിയ മാറ്റം കേരള പോലീസിനുള്ളിൽ ഉണ്ടാക്കേണ്ടതുണ്ട്. അത് ഈ പോലീസ് സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നത്, ഈ പോലീസുകാരെ ഡ്യൂട്ടിയിലേക്ക് പറഞ്ഞ് പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അവരാകെ ചെയ്യുന്നത് ഈ മീശ മുളയ്ക്കാത്ത പിള്ളർ ആണും പെണ്ണും സഞ്ചരിക്കുമ്പോൾ അവരുടെ സദാചാരത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും ഒപ്പം തന്നെ അല്ലെങ്കിൽ ഹെൽമറ്റ് ധരിക്കാതെ പോകുന്നതിന് പിഴ ഈടാക്കുവാനും ഒക്കെ മാത്രം നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്നത്. മാത്രമല്ലാതെ ഈ മര്യാദയോടുകൂടി മാന്യതയോടുകൂടി ജനങ്ങളോട് സംസാരിക്കുവാനോ സംവദിക്കുവാനോ കഴിയാത്ത ഒരു എൻറ്റയർ സിസ്റ്റമായി പോലീസ് സംവിധാനം മാറുന്നു. അത് ഒരു കുത്തഴിഞ്ഞ രീതിയിലേക്ക് പോലീസ് സംവിധാനം പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പക്ഷേ അത് ആകെ അപ്പാടെ മാറേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ജനങ്ങളോട് നല്ല രീതിയിൽ സംവദിക്കുവാനും അവരോട് മാന്യമായി പെരുമാറുവാനുമുള്ള ഒരു മനസ്സ് ഈ പോലീസുകാർക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരത്തിലുണ്ടാക്കിയതിന് ശേഷം അത്തരത്തിലുള്ള പോലീസുകാർ മതി എന്നുള്ള തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പും എത്തേണ്ടതുണ്ട്. കർശനമായ നിർദ്ദേശം ഇതിനകത്തുണ്ടാകേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ലൈംഗികാതിക്രമം നടക്കുന്നു എന്ന് പോലീസിനുള്ളിൽ തന്നെ പറയുന്നവർ നാളെ ഇത് പുറം വേദികളിൽ കൂടി ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾ നടത്തും എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് കൊണ്ടെത്തിക്കുകയാണ് ഇതിനെ. അതുകൊണ്ട് പോലീസ് സംവിധാനത്തിൽ ആകെ ഒരു അഴിച്ചുപണി ഉണ്ടാക്കേണ്ടതുണ്ട്. മാത്രമല്ല, മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി നടപ്പിലാക്കുകയും വേണം.